Gigantic, fantastic jet, jumbo jet. You're my predecessor, Pingami. Imposition. Football. 150 times. Yes, sir. Okay, next. Football. 500 times. Not edible. Poor handwriting. Right, 1,000 times. Yeah. Bullshit. How Benz? Sir, football. 3 times. Why 3 times? No time. No times. Shit ball. Uravanian. What is this? 100 sit-ups. Sir, signature please. How many times? Sir, courier. Courier. സാറിന്റെ സാധനം ഉറക്കി വെച്ചിട്ടുണ്ട്. എന്റെ സാധനം അതെങ്ങനെ തന്റെ വന്നു? ഒളിമ്പ്യൻ ആന്റണി യാദവ് ആരുടെ അയ്യോ ആരാ മനസ്സിലായില്ല? എങ്ങനെ മനസ്സിലാവും? ഞാനിവിടെ ആദ്യമല്ലേ. പേരെന്താ പറഞ്ഞേ? അതിന്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. Tell me your name. ആദം, the first man on earth, ഒളിമ്പ്യൻ ആന്റണി ആദം. 3 പേരും വന്നിട്ടുണ്ടോ? ഇല്ല, 3 in 1. സവായ് സ്കൂളിന്റെ പുതിയ ഡയറക്ടർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. Sir, എന്താടാ? I am Martin. ഹായ് മാത്തൻ, പ്രിൻസിപ്പൽ റൂം ഏതാ മോനെ? Please come, sir. One minute. Sir, ഇവിടെ. താങ്ക് യു സർ. ഞങ്ങൾ ആ പൂടപ്പിരിയനെ ഇന്ന് രക്ഷപ്പെട്ടു. പൂടപ്പിരിയൻ? അതെ സർ, പൂടപ്പിരിയൻ വട്ടോളി പൊരിഞ്ചു. അമ്മച്ചി അപ്പച്ചി എന്താ പൂടപ്പിരിയൻ? സോറി മാഡം, ഇപ്പൊ ഇറങ്ങിപ്പോയ ഗ്ലൗസ് ആരാ? He is the physical director of this school. ഓ, ഹീസ് അണ്ടർ മീ. No, you are under him. ഞാൻ അയാളുടെ താഴെയോ? അപ്പൊ എന്റെ സീനിയോറിറ്റി? Mr. Vattoli, think before you talk. ആ ഗേറ്റിലിരിക്കുന്ന വാച്ച്മാൻ എന്നെക്കാൾ സീനിയറാ എന്ന് വെച്ച് അയാൾ എവിടുത്തെ പ്രിൻസിപ്പൾ ആക്കാൻ പറ്റുമോ? മാഡം പ്ലീസ്, ഞാനൊരു ഐഡിയ പറയട്ടെ. എന്നെ ഫിസിക്കൽ ഡയറക്ടർ ആക്കൂ, അയാൾ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ. നോ, സ്കൂൾ വളരുന്ന അനുസരിച്ച് പുതിയ സെറ്റപ്പുകൾ ഉണ്ടാവും. ഹോ, മാഡം പുതിയ സ്കൂൾ തുടങ്ങുന്നുണ്ടോ? സവായി പാർട്ട് 2. പാർട്ടി വിശാശം ഉറപ്പായി ഒളിമ്പ്യൻ എനിക്ക് പാരയാവും. വട്ടോളി, യെസ്, ഇത് നമ്മുടെ സ്കൂളിന്റെ. അറിയാം. ഇദ്ദേഹത്തിന് വട്ടോളിന്റെ അടുത്ത മുറിയൊന്ന് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ, കം. ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ തുമ്പോളി, പയ്യോളി, തച്ചോളി എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ആണോ ഈ വട്ടോളി? അതെന്റെ കുടുംബ പേരാണ്. ഞങ്ങൾ പുരുഷന്മാരെയൊക്കെ കുടുംബ പേരിലാണ് അറിയപ്പെടുന്നത്. ഓ, അപ്പൊ ഒറിജിനൽ പേര്? വട്ടോളി കുമ്പ്. കുമ്പോ? കുമ്പനാട് യൂണിവേഴ്സിറ്റി. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് വെച്ചോ. എനിക്കും ഒരു സംശയം. യെസ്. ഈ ഒളിമ്പ്യൻ എന്നുള്ള തന്റെ കുടുംബ പേരാണോ? എന്റെ അപ്പന്റെ പേരാ. അപ്പൊ കുടുംബ പേര് ഔസേപ്പച്ചൻ. ഔസേപ്പിന്റെ ഇടവക മൊത്തം ഇങ്ങി പോന്നു. ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണല്ലോ. പെട്ടികളുടെ എണ്ണം കണ്ട് ചോദിച്ചതാ. മിസ്റ്റർ വട്ടോളി സാറിന്റെ റൂം ഏതാണ്? അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ മുറി അവിടെ. അപ്പൊ ഞാനാ? യു ആർ ഓൺലി എ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ അണ്ടർ മീ. അണ്ടർ വേർ? ഈ പെട്ടി മുഴുവൻ അണ്ടർ വേർ. ഡോണ്ട് മേക്ക് മീ എ ഫൂൾ. ഡോണ്ട് ആസ്ക് ഫൂളിഷ് ക്വസ്റ്റ്യൻസ്, ഓക്കേ? ഒളിമ്പ്യ അറേഞ്ച്മെന്റ്സ് ഒക്കെ കഴിഞ്ഞോടോ? ആയി വരുന്നു. ഒളിമ്പിക്സിന് കപ്പൊന്നും കിട്ടിയില്ല, കൊളാമ്പിയ കിട്ടിയുള്ളൂ. ഈ കോപ്പ് തലകുത്തി എന്നാണ് അറിയുന്നത്. അല്ല, തലകുത്തി വെച്ചിരിക്കും. സോറി. ഞാൻ ഫ്ലൂട്ടിന്റെ ആളാ. എനിക്ക് കണ്ടപ്പോഴേ തോന്നി. ഇത് വൈഫാ? ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഷൈനി അബ്രഹാം. ഓ, നമ്മുടെ ഐറ്റം അല്ലേ? മനസ്സിലായില്ല? ഓട്ടം. എന്റേത് ഫുട്ബോൾ. സ്മാൾ. സോറി.
റിയലി ഐ എം വെരി വെരി സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആഹാ, കൊള്ളാമല്ലോ. ഇതെന്നാ പശയാ? ഇത് കോക്സ് ഫെറ. ഫോറിനാണോ? ഫ്രാൻസ്. വേറെന്തിനൊക്കെ കൊള്ളാം? പല്ല് തേക്കാൻ കൊള്ളാം. ഒന്നാക്കി. ഇതെന്താ സ്മൈർനോഫ്? സ്മിർനോഫ് തീ തൈലം, റഷ്യൻ വോഡ്ക. എന്താ ഒന്ന് പഠിപ്പിക്കുന്നോ? നിർബന്ധിക്കണം. ശരി, നിർബന്ധിച്ചിരിക്കുന്നു. ദാ. അതുണ്ട്. ഓ ആ. കൂടുതലാവും. ഹേയ്, പടയപ്പാ. എന്താ വട്ടോളി, തീ അങ്ങോട്ട് എരിഞ്ഞ് കേറുന്നുണ്ടല്ലേ? ഉണ്ടോന്ന് ഞാനിപ്പോ പറയാം. വരുത്ത പന്തി പരട്ട നായേ, എന്തുവാണ് നിന്റെ വീഞ്ഞപ്പെട്ടിയിൽ 5 ഉണ്ട വളയ? നിന്റെ അപ്പ സർക്കസിലായിരുന്നോ? അയക്ക് വളയത്തിൽ കൂടെ ചാട്ടമായിരുന്നോ? എന്താ വട്ടോളി? ഉണ്ട ബാൾ നിന്റെ മുതുകത്യാൻ തെങ്ങേറും. ഞാനാരാണെന്നാ നിന്റെ വിചാരം? വട്ടോളിയോട് കളിക്കരുത്. 24 മണിക്കൂറിൽ നീ സ്ഥലം വിട്ടോണം പറഞ്ഞേക്കാം. വട്ടോളി, ഞാൻ വാക്ക് തരുന്നു, നാളെ വെട്ടം വീഴുന്നതിന് മുമ്പ് ഞാൻ സ്ഥലം വിട്ടോളാം. ഒന്നുകൂടെ അടിക്കേ. അടുപ്പിച്ചിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കുക. അയ്യോ, ഒളിമ്പി പറ്റിച്ചോ? വട്ടോളി ഒന്ന് വിട്ടാ മതി, തുണി പറിക്കും. പിന്നെ കൊടുത്തവനിട്ട് അടുത്ത നിമിഷം തെറിയ. എന്റെ അപ്പൻ കുറച്ചുവിനറിയോ നീ? കേരളം കണ്ട കരിമരുന്ന് കലാപ്രതിഭ. ഒരമ്പട്ടിലേ കൊട ഉണ്ടവളയത്തിലെ ചാട്ടമല്ല. എന്റെ അപ്പം കുറിച്ചുകൂടി പിടിക്കട്ടെ. അവനെ ഇവിടെ തുരത്തണം. നാളെ തന്നെ അവനെ തുരത്തിക്കളയാ. കിടന്നോ? ക്ലാസ് ചേർത്താൻ കയറിയോ? സാർ ഇതെന്തൊരു മാജിക്കാ? മാജിക് അല്ലടാ, ചാത്തൻ സേവ. ഓ സോറി. ഒളിമ്പിയൻ അടിപൊളി. എങ്ങനെ ചെയ്തു? ഇറ്റ്സ് നത്തിങ് ബട്ട് പ്രാക്ടീസ്, പ്രാക്ടീസ്. ഈ തിരിച്ചു വന്നതിന്റെ ടെക്നിക് എന്താണ് സാർ? ഇറ്റ്സ് എ സിമ്പിൾ ടെക്നിക്, ചാത്തൻ സേവ. Hurry up, hurry up. ഈ കുട്ടികൾ ക്ലാസ്സിലേക്ക് മാർച്ച് ചെയ്ത് പോകാറില്ലേ? ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അവർ മാർച്ച് ചെയ്യാറുണ്ടല്ലോ, ആനുവൽ ഡേക്കും റിപ്പബ്ലിക് ഡേക്കും. അത് പോരല്ലോ, അത് മതിയല്ലോ. ഇത് ഇതുവരെ പോയില്ലല്ലോ. ഇല്ലല്ലോ. പോയല്ലോ. Look boys, how to hit a goal. From center forward to right to left to center, cross the opponent back key and hit goal. So simple. What is this? Physical director ku photography. അതെന്തിനാടാ? പുതിയ പാരയായിരിക്കും. കറക്റ്റടാ. മിസ്റ്റർ വട്ടോളി, വട്ടോളി മാസ്റ്റർ ഇങ്ങോട്ട് വരൂ. സോറി മാഡം, ഐ എം കമ്മിങ്. ഗുഡ് മോർണിംഗ് മാഡം. എന്ത് പറ്റി വരലില്? ഞാൻ തകില് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇങ്ങനെയാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഞാൻ ഫുട്ബോളിന്റെ തിയറി പഠിപ്പിച്ചു കൊടുക്കായിരുന്നു, സയൻസ് ഓഫ് ഫുട്ബോൾ. എന്നാൽ ഇങ്ങനെയാണോ ക്ലാസ്സിൽ ഇരിക്കുന്നത്? ദിസ് ഇസ് നോട്ട് ദ വേ ടു സിറ്റ്. മാം, വട്ടോളി മാഷിന്റെ ഇരിപ്പിനെ കുറിച്ച് പറയാനല്ല ഞാൻ വന്നത്. കുട്ടികൾ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിക്കാനാണ്. നട്ടല് വളച്ച് ഒടിഞ്ഞു കുത്തി പിന്നെ എങ്ങനെ ഈ കുട്ടികൾ ആരോഗ്യവാന്മാരും ബുദ്ധിമാന്മാരും ആകും? നട്ടലിലാണോ ബുദ്ധി ഇരിക്കുന്നത്? മാം, നട്ടല് നിവർന്നിരുന്നാൽ മാത്രമേ സ്പൈനൽ കോഡ് ഊർജ്ജസ്വലമാകൂ. പിന്നെ എന്തിനാ ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുന്നേ? സ്പൈനൽ കോഡ് ഊർജ്ജസ്വലമായില്ലെങ്കിൽ ബ്രെയിൻ ഡള്ളാകുന്നതിൽ അത്ഭുതമുണ്ടോ? ഇത് ബുദ്ധിയുടെ കാര്യം. ഇനി ബോഡിയുടെ കാര്യം. ബാക്ക് ബോൺ നിവർന്നിരുന്നാൽ മാത്രമേ നെഞ്ച് വിരിഞ്ഞ് ലങ്സിലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ഫ്ലോ ഉണ്ടാവൂ. അങ്ങനെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കൂ. ഉരുക്ക് ഞരമ്പുകളും ഇരുമ്പ് പേശികളുമുള്ള ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. എ ജനറേഷൻ ഓഫ് സ്റ്റീൽ നെർവ്സ് ആൻഡ് അയൺ മസിൽസ്. യു ആർ റൈറ്റ്. ഇതൊന്നും സ്വന്തമല്ല മാഡം, സ്ഥിരമായി TV വരുന്ന ടയറിന്റെ പരസ്യമാണ്. ദൃഢപേശിയുള്ള ടയർ. സ്വന്തമായിട്ട് എന്തെങ്കിലും പറയൂ ഒളിമ്പിയ. മാം, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾക്കൊരു വാമിംഗ് അപ്പ് ആവശ്യമാണ്. മാർച്ച് പാസ്റ്റിന് ശേഷമേ ക്ലാസ്സുകൾ തുടങ്ങാവൂ. അതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കൊളംബിയ. റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, ഓൾ ജൈജാന്റിക് ഡേയ്സ്. അത് പോരാ എന്ന് ഞാൻ പറയുകയായിരുന്നു. വികസിത രാജ്യങ്ങളിൽ ചീഫ് എക്സിക്യൂട്ടീവ് മുതൽ തൊഴിലാളികൾ വരെ PT കഴിഞ്ഞിട്ടേ ജോലി പ്രവേശിക്കൂ. വാട്ട് ഫോർ? ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? The answer is right on that wall. Quality is never an accident. It is always the result of intelligent effort.
Ma'am, we should initiate a new package. Catch them young. കതിരിൽ വളം വെക്കരുത്. Trace the children from the roots and nurse them as buds. So kindly grant me a permission to observe them. എല്ലാ ക്ലാസ്സുകളിലും ഡോർമിറ്ററിയിലുമുള്ള അവരുടെ ഇരിപ്പ്, നടപ്പ്, കിടപ്പ് എല്ലാം ക്ലോസ് ആയി വാച്ച് ചെയ്യണം. Done. I am giving you blanket permission. Go ahead. Thank you, ma'am. നസർ, കാര്യങ്ങളുടെ പോക്കിന് നല്ലൊരു ടേക്ക് ഓഫ്. നമ്മുടെ ക്യാഷ് ദമ്മിങ് പാക്കേജ് ഇട്ടു. പ്രിൻസിപ്പൽ തലയും കുത്തി താഴെ. ഇപ്പോൾ ഒളിമ്പ്യന് പിള്ളേരുടെ കക്കൂസി വരെ കയറാം ഫോർ ഒബ്സർവേഷൻ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് കുളിക്കുകയെ സ്കൂളിന്റെ ഡീസൻസി കെട്ട് കോളാമ്പി ഗോൾ അടിച്ചു. ഹായ് മാത്തൻ. അവന്റെ ഒരു ഹായ് ചായോ കോളാമ്പി. കോളാമ്പിയുടെ പരിഷ്കാരം കൊള്ളാം. ഈ ആൺപിള്ളേരെയും പെൺപിള്ളേരെയും മുട്ടിപ്പിച്ചോണ്ടുള്ള പരിപാടി. സവായ് സ്കൂളിന് മുലക്കുപ്പിയുടെ ഏജൻസി കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കൂ. മുലക്കുപ്പിയേക്കാൾ നല്ലത് മുലപ്പാല വട്ടോളി. അത് കുടിച്ച് വളരാൻ കുടുംബത്തിൽ പിറക്കണം. വട്ടോളിക്കൊന്ന് കുളിക്കണം. വേണ്ട,